കോഴിക്കോട് നന്ദി കടലൂരിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് ഇന്നലെയാണ് റസാഖ് കടലിൽ വീണുപോയത്. നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനത്തിന് എത്താത്തതിൽ സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണിപ്പോൾ. സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ സന്ധ്യയോടുകൂടെയാണ് അപകടമുണ്ടായത്. 6:30 മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചത് ബോട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ഈ 2 പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ ഇന്നലെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റൊരാൾ റസാഖാണ്. റസാഖിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പിന്നീട് അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ നാട്ടുകാരുടെയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളൊന്നും ഈ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നില്ല എന്നുള്ളൊരു കാരണമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും റസാഖിനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ തുടരുകയാണ്. SKN. താങ്ക് യു സമീർ സി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.